ഡോക്ടർ ഹാരിസ് ചിറക്കൽ നമ്മോടൊപ്പം എത്തിയിരിക്കുകയാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ, താങ്കളുടെ വെളിപ്പെടുത്തലുകൾ കേരളം ഒന്നാകെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഇന്നലെ ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് താങ്കളുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ ശ്രമിച്ച മന്ത്രി പക്ഷേ ഇന്ന് അത് മാറ്റി പറയുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് പഠിക്കാനൊരു അന്വേഷണം, അതിന് റിപ്പോർട്ട് തേടിയെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അങ്ങേപ്പറ്റി വ്യക്തിപരമായി അങ്ങേ പുകഴ്ത്തിക്കൊണ്ടാണ് മന്ത്രി ഇന്ന് പ്രതികരിച്ചത്. പക്ഷേ ഇന്ന് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ പർച്ചേസിന് ഒരു അപേക്ഷയും ഉണ്ടായിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രതികരിച്ചത്. ഇത് മെഡിക്കൽ കോളേജിനാകെയുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ആകെ തന്നെ ബാധിക്കുന്ന വിഷയമാണെന്ന് ഇപ്പോൾ ഡോക്ടർ ടി റോസ്നാര ബീഗം തന്നെ പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ അത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനൊരു പർച്ചേസിന് അനുമതി തേടിയുള്ള ഒരു അപേക്ഷ വന്നിട്ടില്ല എന്ന പ്രതികരണം എന്തുകൊണ്ടാണ് ഈയിടെ ജോയിൻ ചെയ്ത പ്രിൻസിപ്പൽ നടത്തുന്നത്? അതിൽ ഈ ഇപ്പം നിലവിൽ പ്രശ്നമുള്ള ഉപകരണത്തിൻ്റെ പർച്ചേസ് അത് പ്രിൻസിപ്പൽ വഴിയല്ല, അത് സൂപ്രണ്ട് വഴി HDS വഴിയാണ്, ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലാണ് ആ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ റിക്വസ്റ്റിൻ്റെ എല്ലാ കോപ്പികളും എൻ്റെ കയ്യിലുണ്ട്. HDS വഴിയാണ് അത് വാങ്ങിച്ചു തരാനുള്ള, അവർ വാങ്ങി തരേണ്ടത് അവർക്ക്. കാരണം അവരുമായിട്ട് നേരത്തെ ഞങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ പേഷ്യൻസിൻ്റെ ഒരു HDS ഫണ്ട്, അതിൽ നിന്ന് അത് ഇടതടവില്ലാതെ താമസമില്ലാതെ നമുക്ക് ഈ ഇതുപോലുള്ള ലോ കോസ്റ്റ് സാധനങ്ങൾ റെഗുലറായിട്ട് സപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് സർജറിക്കുള്ള പേഷ്യൻസൊക്കെ HDSലേക്ക് പൈസ അടയ്ക്കുന്നത്. നല്ലൊരു ഫണ്ട് HDSലേക്ക് അതിൻ്റെ പേരിലുണ്ട് താനും. അപ്പോൾ അത് പ്രിൻസിപ്പൽ വഴിയല്ല പോകേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പൽ അതിനകത്ത് പ്രിൻസിപ്പലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയാവാം. പക്ഷേ മറ്റ് കാര്യങ്ങൾ പ്രിൻസിപ്പലിന് വഴി കൊടുത്തിട്ടുള്ള കാലാകാലങ്ങൾ കൊടുത്തിട്ടുള്ള ഈ കഴിഞ്ഞ ഒരു വർഷം കൊടുത്തിട്ടുള്ള എല്ലാ റിക്വസ്റ്റുകളുടെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് പിന്നെ എൻ്റെ കയ്യിലുള്ള അതിൻ്റെ ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് അത് കമ്മിറ്റി എൻക്വയറിക്ക് അത് കാണിക്കാം, അതിനകത്ത് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ അത് നമ്മളിനിയും അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ വെറുതെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് പരിഹരിക്കാനുള്ള, ഇപ്പോൾ ഡോക്ടർ റോസ്നാര പറഞ്ഞതുപോലെ ഇത് പരിഹരിക്കാനുള്ള ശ്രമം, ഇത് വൈറ്റ് വാഷ് ചെയ്യാതെയും സിംപ്ലിഫൈ ചെയ്യാതെയും ഇതൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് മറ്റ് മുൻധാരണകളോ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാനോ ഒന്നും അല്ല, മറ്റ് മുൻവിധികളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ഇത് കാര്യങ്ങൾ പറയുന്നതാണെന്നുള്ളത് ആ സീരിയസ്നെസ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ആ പരിഹാരം ഉണ്ടാവണം, അതാണ് എനിക്ക് വേണ്ടുന്നത്. ഇത് ഒരു ഡോക്ടർ, കാരണം ഈ DME പ്രതികരിച്ചത് താങ്കൾ ഈ സംവിധാനത്തിനെ തന്നെ നാണക്കേടുണ്ടാക്കി എന്നാണല്ലോ ആദ്യത്തെ പ്രതികരണം. ഒരു വിശദീകരണം തേടുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വിശദീകരണം താങ്കൾ നിന്ന് തേടിയിട്ടുണ്ടോ? അല്ല, അതിനുള്ള സമയമായിട്ടില്ല. അത് വിശദീകരണം തേടുമ്പോൾ ഞാൻ വിശദീകരണം കൊടുത്തോളാം. പക്ഷേ ഇത് നാണക്കേട് എനിക്കല്ലല്ലോ നാണക്കേടുണ്ടാകുന്നത്. ഇത് നാണക്കേടിൻ്റെ പ്രശ്നമല്ലല്ലോ, രോഗികൾക്ക് വരുന്ന ബുദ്ധിമുട്ട് നാണക്കേടിൻ്റെ പ്രശ്നമല്ലല്ലോ, അവർക്കുണ്ടാകുന്ന വേദനയാണല്ലോ പ്രശ്നം, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ലേ പ്രശ്നം. അപ്പോൾ അവർക്ക് ഈ കണക്കുകളെല്ലാം വളരെ കൃത്യമാണ്, ഞാൻ പറയുന്ന കണക്കുകൾ വളരെ കൃത്യമാണ്. അതിനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പം നേരത്തെ മറ്റൊരു ചാനലിൽ പറഞ്ഞിരുന്നത് പോലെ ഓപ്പറേഷൻ്റെ എണ്ണം തയ്ക്കുന്നത് ഇത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വരൂപിച്ച് അഡ്ജസ്റ്റ് ചെയ്തും പലതരം മറ്റും പല മാർഗങ്ങളിലൂടെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പണം പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങിച്ച് സർജറി ചെയ്യുന്നു എന്ന് പറയുന്നത് ഫാക്റ്റാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ചെയ്യുന്ന കണക്കുകളും കൂടെ ടോട്ടൽ സർജറി ഇത്ര നടന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു വാല്യൂ ഇല്ല. കാരണം അത് ഇതുപോലെ നമ്മൾ രോഗികൾ വാങ്ങിച്ചു തന്ന ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ ആ കണക്കുകളും കൂടെ ചേർത്താൽ മൊത്തം കണക്കുകൾ ഇത്ര ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വേറെ കുറവുകളൊന്നും ഇല്ല എന്ന് ഇതുപോലെ മൂടി വയ്ക്കുന്നത് എന്തിനാണ്? ഇത് മൂടി വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മൂടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സിൽ അത് അധികാരികളെ എത്തിക്കുക, അറിയിക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളത് ചർച്ച ചെയ്യുക. ഈ 4-3 ഓപ്പറേഷൻ മുടങ്ങി എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അല്ലേ? ഡോക്ടർ ഹാരിസ് പറഞ്ഞ 4-3 ഓപ്പറേഷൻ മുടങ്ങി എന്നാണല്ലോ. അങ്ങനെയല്ല, ഒരു ഓപ്പറേഷനെ മുടങ്ങിയിട്ടുള്ളൂ എന്നാണ് DMEയുടെ വാദം. അതെ, അത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാർഡിൽ പോയി ചോദിക്കാമല്ലോ. വാർഡിലെ പേഷ്യൻസ് കിടക്കുകയാണ്, ആ പേഷ്യൻസ് അങ്ങും പോയിട്ടില്ല. ഇന്ന് ഞാനവിടെ പോയി ആ പേഷ്യൻസിനെ കണ്ടിരുന്നു, ആ പേഷ്യൻസ് അവിടെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, അതിന് തുടർച്ചയായിട്ട് ഇനി നാളെ മുതലുള്ള ഓപ്പറേഷനുകളും കൂടെ മുടങ്ങുകയാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവുകയാണ് വേണ്ടുന്നത്, അല്ലാതെ മൂടി വയ്ക്കുകയല്ല. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടാവണം. അതിന് പല പരിഹാരങ്ങളുണ്ട്. അത് അധികാരികൾ, അത് നമ്മൾ DME ആയാലും
പിന്നെ അവിടെ ആരായാലും ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ എത്ര പെട്ടെന്ന് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അല്ലാതെ അത് കുഴപ്പമില്ല, അത് ശരിയായി, അത് നടന്നു പോയി എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അതിനെ സിംപ്ലിഫൈ ചെയ്യാനും മൂടി വയ്ക്കുകയും ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് അങ്ങനല്ല ചെയ്യാനുള്ളത്. അത് കൃത്യമായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്താണ് നമ്മൾ ഒരു പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം, എന്താണ് അത്, എങ്ങനെയാണത് സോൾവ് ചെയ്യേണ്ടത് എന്നത് അത് പരിഹരിക്കുകയാണ് അതിന് വേണ്ടത്. താങ്കൾ നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. 8 മാസം മുൻപ് പറഞ്ഞ ആവശ്യങ്ങളാണ്, അതിന്മേൽ ഇത്ര കാലമായിട്ടും നടപടി ഉണ്ടാകത്തുകൊണ്ടാണ് താങ്കൾ മടുത്ത് ഈ പ്രതികരണത്തിലേക്ക് പോയത്. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ ആരോടാണ് താങ്കൾ ഈ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞത് ഡോക്ടർ? ഇല്ല, അതങ്ങനെ മിനിസ്റ്റർ ഓഫീസിൽ ഞാൻ അങ്ങനെ ഈ നടന്ന് തേഞ്ഞു എന്ന് പറയുന്നത് അതൊരു പ്രയോഗം അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. നടന്ന് തേഞ്ഞു എന്നുള്ളതല്ല. നമ്മളിത് മിനിസ്റ്റർ ഓഫീസിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ ഒരിക്കൽ മിനിസ്റ്റർ PS കണ്ട് കാര്യങ്ങൾ അന്ന് വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ അത് ഒഫീഷ്യലല്ല, അൺഒഫീഷ്യലായിട്ടാണ് അത് കാര്യങ്ങൾ അദ്ദേഹത്തിന് ധരിപ്പിച്ചിരുന്നത്. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് അത് കേട്ടതും അതിൻ്റെ പരിഹാരം പറഞ്ഞതും എല്ലാം ചെയ്തു തരാം എന്നൊക്കെയാണ് പറഞ്ഞതും. പക്ഷേ അവിടെ അല്ലല്ലോ പ്രശ്നം. ഇവിടെ അതിൻ്റെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും താഴത്തെ കട മെഡിക്കൽ കോളേജിൻ്റെ ഇടയ്ക്ക് എവിടെയോ ബ്ലോക്ക് ആകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നുകിൽ യഥാർത്ഥ അവസ്ഥകൾ അവരെ അറിയിക്കുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഓപ്പറേഷൻ മുടങ്ങിയെന്ന് ഞാൻ പറയുന്നു, DME പറയുന്നു മുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഈ പറഞ്ഞതിലൊരു ഘടകവിരുദ്ധമായ കാര്യമുണ്ട്. അപ്പം അത് അങ്ങനെ മൂടി വയ്ക്കുമ്പോൾ അത് പിന്നെ ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിലനിൽക്കും. ഡോക്ടർ, ഇപ്പോൾ മന്ത്രി അടക്കം പറയുന്നത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്, സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് പറയുന്നു. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മുഖമില്ലാത്തൊരു സംവിധാനമാണോ? സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്നാണല്ലോ സിസ്റ്റം. അപ്പോൾ എവിടെയാണ് ഇത് മുടന്തുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. മുടന്തുകയാണോ അതോ മുടന്തിക്കുകയാണോ എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇതിങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിക്കുന്നത് സാധാരണക്കാരുടെ വിഷയമായതുകൊണ്ട്, പാവങ്ങളുടെ വിഷയമായതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് എവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്? അത് താങ്കൾ ഇപ്പോൾ പലതവണയായി പരാതികൾ പറയുമ്പോൾ ഈ ഫയലുകൾ ഏത് ഘട്ടത്തിലാണ് മുടന്തി പോകുന്നത്? ഈ പണം കിട്ടേണ്ട സമയം അത് ഇങ്ങനെ അതിക്രമിച്ചു പോകുന്നു. അത് ആ പണം അനുവദിച്ച് കിട്ടുമ്പോഴേക്കും അതിലപ്പുറമാകുന്ന ഉപകരണത്തിന്റെ വില. ഇതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ എവിടെയാണ് ഇത് ഈ തടസ്സം വരുന്നത്? എനിക്കൊരു ഡോക്ടർ അല്ലെങ്കിൽ എനിക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഈ നില ഒഴിഞ്ഞു നിൽക്കാം. ഇപ്പോൾ ഉപകരണം ഇല്ല, ഓപ്പറേഷൻ നടക്കത്തില്ല എന്ന് രോഗികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ പിന്നെ പോയിട്ട് എപ്പോഴെങ്കിലും അങ്ങനെയാണ് പലരും പറയുന്നത്. നിങ്ങൾ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചിട്ട് അത് വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് കൈയൊഴിയാം. സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഞാനും. എനിക്ക് വേണമെങ്കിൽ അത് കൈയൊഴിഞ്ഞ് അവരെ അങ്ങ് വിടാം. അവർ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുകയോ പൈസ ഉണ്ടാക്കി പ്രൈവറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കുകയോ ചെയ്യും. അങ്ങനെയാണ് പലപ്പോഴും നടന്നിട്ടുള്ളത്. ഇപ്പം എനിക്ക് അങ്ങനെ അത്രയും കാര്യങ്ങളെ ലഘൂകരിച്ച് കാണാൻ പറ്റത്തില്ല. നമുക്ക് അവരുടെ ജനങ്ങളുടെ വിഷയം ഒരു ശരിക്കുള്ള വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു പൊതുജന ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് അവരുടെ വിഷയങ്ങളെ എൻ്റെയും കൂടെ വിഷയമായിട്ട് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കാം, എനിക്കത് കവറപ്പ് ചെയ്യാതിരിക്കാം. ഉപകരണങ്ങളില്ല, ഓപ്പറേഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞ് പല ആശുപത്രികളിലും, പല സർക്കാർ ആശുപത്രികളിലും ഓപ്പറേഷൻ ഇല്ല, ഞങ്ങൾ ചെയ്യുന്നില്ല, ഇപ്പം അത് ഉപകരണം ഇല്ല, പിന്നെ ഉപകരണം വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിടുന്ന പല പേഷ്യൻസും എൻ്റെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്. മിക്കപ്പോഴും അത്തരം പേഷ്യൻസിന് നമ്മൾ സർജറി ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവർ വിടും. ഇവിടെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളിലൂടെ എങ്ങനെയെങ്കിലും അത് സ്വരുക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എൻ്റെ ഒരു വീക്ക്നെസ്സായിട്ട് കൂട്ടരുത്. അപ്പോൾ അത് ഞാൻ അതിനു വേണ്ടി അത്രയ്ക്ക് അധ്വാനിക്കുന്നുകൊണ്ടാണ്. അത്രയും ഈ ഒരു ഉപകരണം കിട്ടാൻ വേണ്ടി ഞാൻ അതിൻ്റെ പുറകെ നടക്കുകയും ഇങ്ങനെ പലരോടും അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് അത് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുത്തത് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് ഒത്തിരി നാൾ അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഇത് നല്ല രീതിയിലെ ഉപകരണങ്ങൾ വേണ്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് യൂറോളജി എന്ന് പറയുന്നത്. അത്രയ്ക്കധികം രോഗികളുണ്ട്. ടെക്നോളജി അതിനനുസരിച്ച് വികസിച്ച് വരികയാണ്. എപ്പോഴും രോഗികൾക്ക് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ഉണ്ടാവണം.
അപ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഞാൻ സിസ്റ്റത്തിൽ ഇതിപ്പോൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അറിയാലോ സിസ്റ്റത്തിന് മാറ്റം വരുത്താൻ നമുക്ക് പറ്റും. അത് ഞാൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷേ ഞാനത് സംസാരിക്കുന്നത് ഇത് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എൻ്റെ മേളിലോട്ടുള്ള ആൾക്കാരും ഇതിനനുസരിച്ച് ഈ കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പരിഗണന കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം മാറാൻ വലിയ താമസമൊന്നും വേണ്ട. Debate with Smriti Parathikkad.